ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ലോങ് എന്ന് പറയാൻ അങ്ങനെ ഒരുപാട് ലെങ്തൊന്നും ഇല്ല, 4 മിനിറ്റ്സ് എന്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. നമുക്കറിയാലോ, വിഘ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും വിഘ്നേശ്വരന് തേങ്ങ ഉടയ്ക്കുന്നതും പ്രധാന വഴിപാടാണല്ലോ. അതുപോലെ ഞാനും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് വിഘ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ശുഭമായിട്ട് നടക്കണം എന്നുള്ള പ്രാർത്ഥിക്കാനും പുള്ളിയെ കല്യാണം വിളിക്കാനും വേണ്ടിയിട്ടാണ് ഞാനും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മ ലെറ്റർ പൂജിക്കാനായിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയി തിരക്കിയപ്പോൾ റെസിപ്റ്റ് എഴുതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും മെയിനായിട്ടുള്ള അമ്പലം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചുറ്റമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. ചുറ്റമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ അതിനുശേഷം തൊഴുത് വന്നപ്പോഴത്തേക്കും മെയിനായിട്ടുള്ള അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് ലെറ്ററൊക്കെ പൂജിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇത് കിഴക്കേക്കര ശിവക്ഷേത്രമാണ്. അതായത് ശിവക്ഷേത്രമാണ്. പക്ഷേ അച്ഛൻ്റെ ക്ഷേത്രമാണെങ്കിലും മകൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് നിർബന്ധമായിരുന്നു അവിടെ തേങ്ങ ഉടയ്ക്കണം എന്നുള്ളത്. പക്ഷെ ചേട്ടനൊരു ഇച്ചിരി മടി ഉണ്ടായിരുന്നു. അതിപ്പോൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ ആ മുഖത്ത് കാണാനും ഉണ്ട്. തേങ്ങ ഉടച്ചിട്ട് പുള്ളി എന്നെ പേടിച്ചു പോയി. അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ഉടച്ച് പിന്നെ അവിടുത്തെ പ്രധാന നിവേദ്യമായിട്ടുള്ള ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ കുളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളത്തിൻ്റെ അടുത്ത് പോയി കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. വെയിലത്ത് നിന്ന് ആകെ ക്ഷീണിച്ചിട്ട് കുറേ നേരം പിന്നെ അകത്ത് കയറി ഇരുന്ന് നമ്മൾ കുറച്ച് സംസാരിച്ച്. അപ്പോൾ ഇനി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ചേട്ടൻ 11-11:30 ആകുമ്പോൾ പോകണമെന്ന്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട് ഓടിക്കയറുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി വെച്ചെടുത്ത് പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് ചേട്ടൻ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തെങ്ങനെ വല്ല വെജിറ്റേറിയൻ ഹോട്ടലുണ്ടോ എന്ന്. അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ പോകാനായിട്ട് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ റൗണ്ട് അടിച്ചു. എന്നിട്ട് നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മീൻമുടി പാറയോ അങ്ങനെ എന്തോ പറയുന്നൊരു പാർക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കുറേ നേരം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നമ്മളിവിടെ 2ാമത്തെ തവണയാണ് വരുന്നത്. ആദ്യത്തെ തവണ വന്ന സമയത്ത് ഈ കാണുന്ന വെള്ളത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും ഇറക്കത്തില്ലായിരുന്നു. കാരണം വെള്ളം ഒരുപാടുണ്ടായിരുന്നു, നല്ല ഒഴുക്കായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇറങ്ങി വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കുറേ നേരം ഇരുന്ന് പിന്നെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്ത്, അതുപോലെ തന്നെ വീഡിയോ ഞാനൊരു ഡാൻസ് കളിച്ച് നോക്കി, ഡാൻസ് എടുക്കാനായിട്ട് ഇരുന്നത്. പക്ഷേ എത്ര എടുത്തിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല. അവസാനം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിയായി ആ വീഡിയോ എടുത്തെടുത്ത്. പിന്നെ ചേട്ടന് പോകാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ പോകാനായിട്ടങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് പിന്നെ ഭയങ്കര ഉറക്കമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, കുറച്ച് നേരം പുറത്തോട്ട് ഇറങ്ങിയാലും എനിക്ക് നല്ല ക്ഷീണമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കാലിട്ട് വെള്ളത്തിൽ ഇരിക്കാനായിട്ട് നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെയിലും വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.